ഇങ്ങനെ കൈ കൊണ്ട് നിരടണമായിരിക്കും കുറേ കൂടെ നല്ലത്. എന്തായാലും ഉരുട്ടി എടുക്കണം, നമ്മളിപ്പോൾ കൈ കൊണ്ട് ചെയ്യണം. ഇങ്ങനെ തന്നെ അത് ഞാൻ പറയാൻ പറയായിരുന്നു, ഇത്രയും മെനക്കെട്ട് നീ ഉരുട്ടണ്ട, ഇത് ഇങ്ങനെ തന്നെ പോകും എന്നുള്ള രീതിയിൽ. ശരിക്കും ഞാൻ ഇത് ശർക്കരയും നേന്ത്രപ്പഴം പുഴുങ്ങിയതാകുമ്പോൾ തന്നെ അത് ആവശ്യമുള്ള എനർജിയായി. പിന്നെ നാളികേരമുണ്ട്, ആവശ്യത്തിനുള്ള കൊളസ്ട്രോൾ അതിൽ കിട്ടിക്കോളും. ഏലക്കയുണ്ട്, ഓക്കെ, ദഹനത്തിനും ടേസ്റ്റിനും അത് നല്ലതാവും. എൻ്റെ അടുത്തൊരു ഡയബറ്റിക് പേഷ്യൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യനെ ഒരുമാതിരി വടിയാക്കണ സ്വഭാവം കാണിക്കുക. ഞാൻ എന്ത് പറ്റി സാർ പറയായിരുന്നു, നിങ്ങളുള്ള മധുരപ്പലഹാരം കാണിക്കുക ചെയ്ത് ഡയബറ്റീസ് ആർക്ക് കൊടുക്കല്ലേ എന്ന് പറയും. അതെന്തിനാ അങ്ങനെ പറഞ്ഞു, എൻ്റെ കെട്ടിയാൽ അത് കേട്ടാൽ പിന്നെ തരത്തില്ല എന്നും പറഞ്ഞ്. അപ്പം നമ്മളെ ശർക്കര ലഡു ഇവിടെ റെഡിയായി. ഇനി അടുത്ത ഘട്ടം ഇത് ഫ്രൈ വറുത്തെടുക്കാൻ പാൻ വെച്ചു. ഇത് മുറിച്ചിടത്തോളം മതിയല്ലോ എണ്ണ. ഇത് നന്നായിട്ട് ഒരു ടീൻ വെച്ച് ഇനി എണ്ണ നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് മൈദയിൽ മുക്കി വറുത്തെടുക്കാം. എണ്ണയുടെ പരുവം നോക്കിക്കൊള്ളേ, കുറച്ച് ഏറെ വേണം. എനിക്കത് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചെപ്പിലിട്ടാലും മതിയെന്ന് തോന്നുന്നല്ലേ, കറക്റ്റായിട്ട് ആ പരുവത്തിന് കിട്ടുന്നുണ്ടല്ലോ. ഇനി മൈദയിൽ മുക്കണം അല്ലേ, ഇതാ പിടിച്ചോ മൈദ. അപ്പോൾ ഇതുവരെയുള്ള ഘട്ടം ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യം 2 ഏത്തയ്ക്ക നമ്മൾ നന്നായിട്ട് പുഴുങ്ങി വെച്ചു. എന്നിട്ട് തോല് മാറ്റി അതിന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നടുക്കുള്ള നാമ്പ് മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമ്മൾ മിക്സിയിലെ ജാറിലിട്ടു. എന്നിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അതൊന്ന് അരച്ചെടുത്തു, നല്ല ഉടച്ച് എടുത്തു. ആ ഉടച്ചെടുത്തതിനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മൈദമാവ് എടുത്തു, അതിൽ വെള്ളം കലക്കി നന്നായിട്ട് ഈ ഒരു പരുവം വരെ, ദോശമാവിന് എങ്ങനെയാണ് എടുക്കുന്നത് അതേ പരുവത്തിൽ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ശർക്കര ചുരണ്ടി വെച്ചിട്ടുണ്ട്. ശർക്കര അതിൽ നാളികേരവും ഏലക്കയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ പഴം കൂടെ ഉടച്ച് വെച്ച പഴം കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കി, അത് കൈകൊണ്ട് നന്നായിട്ട് നിരടി ഇളക്കിയതിന് ശേഷം ചെറിയ പന്തുകളായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് മൈദയിൽ ഇപ്പോൾ നമ്മൾ എണ്ണ പാനിലെടുത്തു, അത് നല്ല ചൂടായതിന് ശേഷം ഈ ഓരോ ബോളാക്കി പന്താക്കി വെച്ചിരിക്കുന്ന ഈ ശർക്കരയും പഴവും കൂടെ മൈദമാവിലൊന്ന് കലക്കിയിട്ട് നമ്മളിടുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരു ഓവർലാപ്പിംഗ് സുഹിയൻ കണ്ടു കേട്ടോ. ഇതെന്താ വരും, നല്ല ബ്രൗൺ ആവുമോ അതോ? നല്ല ബ്രൗൺ, ഒന്നുകൂടെ മറിച്ചിടണം. ഇത് മറിച്ചിടാൻ പറ്റുമോ? കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ചാൽ മതി. അര സുഖീന ഒരു വശം നമ്മുടെ മുരിഞ്ഞ് 6 വശം കൂടെ ഒന്ന് മുരിച്ചെടുക്കാം.
ഇതാണ് അജിതയുടെ വക ബനാന സുഹിയൻ. നേന്ത്രപ്പഴവും ശർക്കരയും നാളികേരവും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയ സുഹിയനാണിത്. ഇത് നല്ല കൊതിമൂത്ത് ഞാൻ ഇരിക്കണം, പക്ഷെ മൈദ മാവുണ്ടോ എന്ന് ചെയ്തതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട്, നാവ് പൊള്ളുമെന്ന്. അതുകൊണ്ടൊന്ന് ക്ഷമിച്ചിട്ട് ഞാൻ കഴിക്കും. പക്ഷേ നിങ്ങൾക്കും കൊതി ഊർന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം.